എടാ പച്ചക്കുരുമുളക് അരച്ച് ചേർത്താണ്ടാ മണിക്കൂട്ടാളേ മ്ലാവില് പച്ചക്കുരുമുളക് അരച്ച് ചേർക്കായി അണ്ണാ അവൻ്റെ വായിരിക്കുന്ന അങ്ങോട്ട് മാറിയിരുന്ന ഇതിപ്പോഴെങ്ങാനും ആവോ? അടങ്ങിയിരേ ഞാൻ പറയാനുള്ള പറഞ്ഞു പച്ചക്കുരുമുളക് അരച്ചങ്ങോട്ട് ചേർത്താണ്ടാ. അവനൊന്നും മിണ്ടായിരുന്നാണ് ഒന്ന് പറഞ്ഞൂടാ ഞാൻ. അടി പാടി മ്ലാവിനാമെന്നൊക്കെ അമ്മക്ക് തയ്യണില്ല. ചുമ്മാ തല ഞാൻ കൊട്ടി അടയ്ക്കും. കാരണം മുള്ളം പന്നിക്കാണ് പച്ചക്കുരുമുളക്. ഇതിന് ബെസ്റ്റ് നല്ല ഇഞ്ചിയും കാതാരി അരച്ചങ്ങ് ചേർത്ത് പിടിച്ചു കൊടുക്കും. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വായ വെച്ചോണ്ട് ഉണ്ടായി കേട്ടാ. എടാ അതൊക്കെ ഞങ്ങളൊക്കെ ദുബൈയിൽ എല്ലാ വെള്ളിയാഴ്ചയും മാനും മയിലും ഒട്ടകമൊക്കെ ഞങ്ങൾ വയ്ക്കും. അവിടെ ഇതൊക്കെ ലീഗലാണ്. അല്ലാതെ നിന്നെ പോലെ ഒളിച്ചും പാത്തല്ല ഞങ്ങൾ ചെയ്യണത് കേട്ടാ. അവന്തെങ്കിലും ഒരു പീസ് കിടത്താം. എന്നാ പോണ പോയി ലീഗലായിട്ടുള്ളടത്ത് വാങ്ങിച്ച് തിന്നി പോയി പോണേ. പോ ഇങ്ങനെ കാരുടെ സാധനം എടുത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞല്ലേ അണ്ണ. പോണേ വയറായത് കഴുത്താന്നറിയാൻ വയ്യ. പോ വീണ്ടും തിന്നാൻ വന്നേക്കുന്നു. നീ ചൂടാണെന്നിണ്ടാ എനിക്കറിയാം. നീയൊക്കെ തിന്നാണൊക്കെ തന്നെ വെടി വെച്ചിട്ടാക്കി എനിക്ക് തിന്നാനും അറിയാം. വയറായത് കഴുത്താന്നറിയാൻ വയ്യ. പോ വെടി വെച്ചിട്ടാക്കി എനിക്ക് തിന്നാനും അറിയാം. എന്നാ തിരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ കടം മേടിക്കരുത്. ഹലോ ഫോറസ്റ്റ് ഓഫീസ് സാറേ. നല്ല പിള്ള നാരായണൻ്റെ മകൻ സുധീർ മ്ലാവിനെ പിടിച്ച് ഇപ്പൊ വന്ന കറിയോടെ പൊക്കാം. കഴിഞ്ഞ പ്രാവശ്യം പെരുമ്പാമ്പിനെ വെച്ചിട്ട് വളിച്ചെടുത്ത് മൊത്തം കളയാണ് ചെയ്തത്. ആമയായിരുന്നെങ്കിൽ പെട്ടെന്ന് വേവൂല. ഇതുപോലെ ഏതാ മുറ്റിയ മ്ലാവാണ് കേട്ടാ. അത്രയും കൊഴുപ്പ്. നീ ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഉടുമ്പെടുത്ത് തൊലി ഉരിച്ച് വെച്ചാണ് ഇനി ഇരുന്നത് അത്രയും ചീത്താവേ ഉള്ളൂ. നീ കുറച്ചെടുത്ത് അണ്ണന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക കേട്ടാ. വഴക്കും പറഞ്ഞു വിട്ട് നിങ്ങളുടെ സ്വയം സാധനം വിശ്വത്ത് കൈകളയാ. കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു കണ്ണിൽ കാർത്തിക ദീപം കൊളുത്തി പൊൻകിനാവിൻ നൂഞ്ഞാലിൽ എന്തേ മാത്രമാടാൻ വന്നില്ല. ബീഫ്